ഹാർബറുകളിൽ അശാസ്ത്രീയ നിയമം അടിച്ചേൽപ്പിച്ചതാണ് മീനുകളുടെ വില കുത്തനെ ഉയരാൻ കാരണമെന്നാണ് ചെറുകിട മത്സ്യവ്യാപാരികളുടെ പരാതി. തൂക്കിലേലം വിളി ആരംഭിച്ചതോടെ നിലവിൽ ലാഭം ഇടനിലക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും മാത്രമാണ് എന്നാണ് കച്ചവടക്കാരുടെ വാദം. മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്താണ് തൂക്കി വിൽപ്പന ആരംഭിച്ചത്. നീണ്ടകര ഫിഷിംഗ് ഹാർബറിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വറുതിയുടെ കാലം തന്നെയാണ്. അതിനിടയിലാണ് ഹാർബറുകളിൽ അശാസ്ത്രീയ നിയമം അടിച്ചേൽപ്പിക്കുന്ന രീതി കൂടി ഉണ്ടായിരിക്കുന്നതും മീനുകളുടെ വില ഇതാണ് കുത്തനെ ഉയരാൻ കാരണമെന്ന് ചെറുകിട മത്സ്യവ്യാപാരികൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ചെറുകിട മത്സ്യവ്യാപാരികളെ തന്നെയല്ലേ? ട്രോളിംഗ് നിരോധനം വന്നതിന് പിന്നാലെയാണ് മീൻ വില കുത്തനെ ഉയർന്നത്. മത്തിക്കടക്കം 400 രൂപ കടക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മത്സ്യപ്രവർത്തകരടക്കമുണ്ട്. ഞാൻ നിൽക്കുന്നത് നീണ്ടകരയിലാണ്. ഇവിടെ മത്സ്യപ്രവർത്തകരടക്കം നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഈ ട്രോളിംഗ് നിരോധനം വന്നതിന് ശേഷം വലിയ വിലയാണ് മീനുകൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് മത്തിക്കൊക്കെ 400 രൂപയൊക്കെ ഒരു സമയത്ത് കടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ട്രോളിംഗ് നിരോധനമാണോ ഇതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്? നിരോധനം തന്നെയല്ല. ഇവിടെ തൂക്കം 1, 2 ഇവിടത്തെ ഇതെന്ന് പറഞ്ഞാൽ കയറുന്നതിന് 20 രൂപ കൊടുക്കണം. പിന്നെ ബൈക്കുകാർക്ക്, പിന്നെ ഇവിടെ പിന്നെ വലിയ വണ്ടിക്കാർക്ക് 50 രൂപ കൊടുക്കണം. ഒന്നത്. രണ്ടാമത് ഐസിന് 140 രൂപ കൊടുക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാരുന്നതിന് 10 രൂപ കൊടുക്കണം. കൊണ്ടുപോകുന്നതിന് പിന്നെ 50 രൂപ കൊടുക്കണം. ലോഡിങ് കൂലി 50 രൂപ കൊടുക്കണം. പിന്നെ ഇറങ്ങുമ്പം 40 രൂപ കൊടുക്കണം ട്രോളിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ തൂക്കി മീൻ തന്നു കഴിഞ്ഞ് ഒരു വെട്ടി മീൻ തന്നെ 500 രൂപ പുറത്ത് ചിലവാണ്. പിന്നെ ഞങ്ങൾ ഈ മീൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ മിക്ക ദിവസവും കൈ നഷ്ടമാണ് വരുന്നത്. 1 രൂപ പോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതുപോലെ ഇവിടെ ചൂര, പിന്നെ എല്ലാം അളിഞ്ഞ സാധനങ്ങളാണ്. എല്ലാം കുത്തി നിർത്തിയിട്ട് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന പിന്നെ വഴക്കാണ്. ഈ അളിഞ്ഞ മീനുകളും എല്ലാം ഇവിടെ നിർത്തലാക്കുക. അത് തന്നെയാണോ? അല്ലാതെ ഈ ഇതിന് ദിവസം ഇവിടെ അടി വരെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ പിന്നെ പറയും അത് ഒക്കത്തില്ലെന്ന് പറയും. പക്ഷെ അത് നമുക്ക് കൊണ്ട് പിന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ തൂക്കം സിസ്റ്റം നിർത്തലാക്കണം, അതാണ് ഏറ്റവും പ്രധാനം. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ തൂക്കം സിസ്റ്റം. ഇത് എന്തുവാ, മേഴ്സിക്കുട്ടിയമ്മ അത് തന്നെ മത്സ്യബെഡിന്റെ ഇതായിട്ട് ഈ തൂക്കം വരുത്തിയതാണ്. ആ തൂക്കം വന്നതോടാണ് ഞങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായത്. എല്ലാവർക്കും അടി പറ്റി, കച്ചവടക്കാർക്കെല്ലാം അടി പറ്റി. ആ തൂക്കം വന്നതിന് ശേഷം അടി പറ്റി. പൊട്ടാർച്ച കൊണ്ടിട്ട് തട്ടി വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന കായ് കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെയല്ല, ഒരു 100 രൂപ ആദ്യം വേണം, അതിൻ്റെ കായ് ആദ്യം കൊടുക്കണം നമ്മളത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ തൂക്കം വന്ന പ്രശ്നം. 50 രൂപക്കാർക്കോ 100 രൂപക്കാർക്കോ 200 രൂപക്കാർക്കൊന്നും കച്ചവടം ഇല്ല. ഈ തൂക്കം വന്നതിന് ശേഷം ചിലർ വിൽക്കാൻ ഒക്കത്തില്ല. റൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കച്ചവടത്തിന് കൊണ്ട് എന്നാലും 50 രൂപ 100 രൂപ കൊണ്ട് നിൽക്കുക. ഇവിടെ 400 രൂപ പുറത്ത് മീനിന് വിലയായി. എല്ലാ മീനും വിലയായി ഇവിടെ. പിന്നെ ചില ദിവസങ്ങളാണെങ്കിൽ അവിടെ ഇറക്കിക്കും എല്ലാവരും കൊടുക്കുന്നെങ്കിൽ 300 ചെങ്കല ഇവിടെ കൊടുക്കുന്നത് മുന്നേ 350 രൂപ ആയിട്ട്. അതുകൊണ്ട് 360 രൂപ വിളിക്കുന്നു. 1 കിലോ ചെങ്കലാക്കി. നേരത്തെ ലേലം വിളിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഈ തൂക്കി വിൽക്കുക എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ആ തൂക്കി വിൽക്കുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വില ഉയർന്നതെന്നാണ് ഇവിടുന്ന് ഈ ചെറുകിട വ്യാപാരികൾ നമ്മളോട് പറയുന്നത്. അതായത് ഈ ഹാർബറിൽ നിന്നെല്ലാം മീൻ വാങ്ങുകയും അത് ചെറുകിട വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതലൊരു തിരിച്ചടിയായതെന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, നിങ്ങൾ വ്യാപാരം നടക്കുന്നതല്ലേ? ഈ തൂക്കം സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നത്? തൂക്കത്തിലുണ്ടാവുന്നതെന്ന് വെച്ചാൽ മീൻ വള്ളത്തിലാണ് കൊട്ട 40 കിലോ മീനാണ് ഞങ്ങൾ തൂക്കിയെടുക്കുന്നത്. 40 കിലോ മീൻ തൂക്കിയെടുക്കുമ്പോൾ അതിനകത്ത് ഉന്തും വെള്ളവും ചൊറിയുമായിട്ട് 5 കിലോ 6 കിലോ ഒക്കെ കാണും വേസ്റ്റ്. അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് കൈനഷ്ടം വരും. മീൻ വലിയ വിലയ്ക്ക് 120, 150, 200 രൂപയൊക്കെ ഞങ്ങൾ മീൻ തൂക്കിയെടുക്കുന്നത്. ഇപ്പോൾ 40 കിലോ മീനെടുക്കുമ്പോൾ 8000 രൂപയാവും. ഞങ്ങൾക്ക് എന്താ ചോദിക്കുക പറയുക ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നും തിരിച്ചു തരത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊട്ടയെ തട്ടി വെച്ചുള്ള മീൻ ലേലമാണ് ഏറ്റവും നല്ലത്. കച്ചവടം പറയാൻ കച്ചവടം കപടമാണ്. മീൻ തട്ടിയിട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തോന്നുന്നുണ്ട്. ഇതാണ് വിപണിയിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് വില ഉയരുന്നത്. അതുകൊണ്ടാണ് ഈ തൂക്കം വന്ന കാരണം ഈ വില ഉയരുന്നത്. അറിയാൻ മേത്ത ആൾക്കാർ വന്നിട്ട് പറയും 200 മീൻ തൂക്കിക്കൊണ്ടിരിക്കാൻ പറയും. 250-ന് ഞങ്ങൾക്കൊരു 5 കിലോ വരാൻ പറയും, 10 കിലോ വരാൻ പറയും. അപ്പോൾ ആ മീൻ പിന്നെ ആ സ്റ്റാൻഡേർഡിലോ മീൻ പോകത്തുള്ളൂ മുൻപോട്ട്. പിന്നെ വില കുറയത്തില്ല.
അത് തന്നെയാണ് ഈ വിപണിയുടെ വില ഉയർന്നു നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നതും ഈ ചെറുകിട മത്സ്യപ്രവർത്തകർ പറയുന്നത് അല്ലെങ്കിൽ മത്സ്യവില്പനക്കാർ പറയുന്നതാണ്. അതായത് നേരത്തെ ഈ കൊട്ടയിൽ തട്ടിയിട്ട് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് മാറിയിട്ട് തൂക്കി വിൽക്കുന്ന മീൻ കിലോ കണക്കിന് തൂക്കി വിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഇത്തരത്തിൽ വിപണിയിലേക്ക് ഇങ്ങനെ വില ഉയർന്നു നിൽക്കാൻ കാരണമെന്നാണ് ഈ ചെറുകിട വ്യാപാരികൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യാപാരികൾക്കാണ് തിരിച്ചടി നേരിടുന്നതാണ് പറയുന്നത്. അതായത് മത്സ്യം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മീൻപിടുത്ത നടത്തുന്ന മത്സ്യപ്രവർത്തകർ ഇത് ഗുണകരമാണെങ്കിൽ പോലും ചെറുകിട വിപണിയിലേക്ക് എത്തുമ്പോൾ ഇത് അവരെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഈ ചെറുകിട വ്യാപാരികൾ നമ്മളോട് പറയുന്നത്.